Dear students, welcome to English class, English grammar class, question tag or tag question for 8, 9, 10 classes, Allah, plus 1, plus 2, VHSC, അതേപോലെ തന്നെ PSC, UPSC കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് മാത്രവുമല്ല നിത്യജീവിതത്തിൽ സംസാരിക്കുമ്പോഴും സാധാരണഗതിയിൽ നമ്മൾ എഴുതുമ്പോഴും അനിവാര്യമായൊരു ഭാഗമാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഈ ടാഗ് ക്വസ്റ്റ്യൻ എന്നോ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുമ്പോൾ ഇതിന് ഒരു വിശദീകരണം ആവശ്യമാണ്. എന്താണ് ഈ ക്വസ്റ്റ്യൻ ടാഗ്? When we talk or while we are speaking, നാം സംസാരിച്ചുകൊണ്ടിരിക്കെ we seek the agreement of the other people. നാം സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഒരു വിശ്വാസ്യത തേടും. ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ പരീക്ഷ പ്രയാസമുള്ളതായിരുന്നു അല്ലേ, അല്ലെങ്കിൽ സയൻസ് പരീക്ഷ എളുപ്പമായിരുന്നു ഇല്ലേ, അവർ നന്നായി കളിച്ചിട്ടുണ്ട് ഇല്ലേ, അവൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഉണ്ടോ, ഇങ്ങനെ മലയാളത്തിലും കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പ്രസ്താവന പറഞ്ഞിട്ട് അതിന് അനുബന്ധമായിട്ട് ഒരു അനുകൂലമോ പ്രതികൂലമോ ആയ കുട്ടി ചോദ്യം കൂടി കൂട്ടിയിടും. ഫോർ എക്സാമ്പിൾ, ഹീസ് എ പോലീസ്മാൻ, ഈസിന്റ് ഹി? അയാളൊരു പോലീസുകാരനാണ് അല്ലേ? അപ്പൊ ഹീസ് എ പോലീസ്മാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ധാരണയുണ്ട് അയാൾ പോലീസുകാരനാണെന്ന്. പക്ഷെ മുഴുവൻ ധാരണയില്ല അയാൾ പട്ടാളക്കാരനാണോ, മറ്റെന്തെങ്കിലും CRP ആണോ, MSP ആണോ, പക്ഷേ പോലീസുകാരനാണെന്നുള്ള ധാരണയുണ്ട്. അപ്പൊ നമ്മുടെ അടുത്തുള്ള ആൾ പറയുന്നത് ഹീസ് എ പോലീസ്മാൻ, ഈസിന്റ് ഹി? അത് കണ്ടിട്ടൊരു പോലീസുകാരന് മാതിരിണ്ട് ഇല്ലേ? ഈസിന്റ് ഹി, ഇതാണ് ടാഗ്. ഹീസ് എ പോലീസ്മാൻ, ഇതൊരു പ്രസ്താവന. അപ്പൊ അയാൾ പോലീസുകാരനാണ് അല്ലേ? ദേ ആർ പ്ലേയിങ് വെൽ, ആറിന്റെ ദേ, അവർ നന്നായി കളിക്കുന്നുണ്ട് അല്ലേ? ഈ അല്ലേ എന്ന് മാത്രമാണ് മലയാളം ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇല്ലേ എന്ന് മാത്രമാണ് മലയാളത്തിൽ ചോദിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല മക്കളെ. അതിൽ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ ചേരണം. ടാഗ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് തന്നെ ഓക്സിലറി ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പം വി ഷുഡ് നോ വാട്ട് ആർ ഓക്സിലറീസ്, പഠിച്ചതാണ്. ഓക്സിലറിയുടെ കൂടെ തന്നെ കൂട്ടിച്ചേർത്ത് പറയുന്ന പദമാണ് പ്രൊനൗൺ, സർവനാമം, പഠിച്ചതാണ്. ഒന്നുകൂടി പറയും. അപ്പൊ സർവനാമം ഉണ്ടെങ്കിൽ, പ്രൊനൗൺ ഉണ്ടെങ്കിൽ, ഓക്സിലറീസ് ഉണ്ടെങ്കിൽ, ഹെൽപ്പിംഗ് വെർബ്സ് ഉണ്ടെങ്കിൽ മാത്രമല്ല പറയുന്ന വാചകം. അപ്പോഴ് പ്രൊനൗൺ അറിയണം, ഓക്സിലറീസ് അറിയണം, നാം സംസാരിക്കുന്ന വാചകം അഥവാ മറ്റുള്ളവർ പറഞ്ഞ വാചകം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നറിയണം. അപ്പോഴാധികാരികമായി പറഞ്ഞാൽ അടിസ്ഥാന ഇംഗ്ലീഷിനെ പറ്റിയിട്ട് നല്ല ബോധം വേണം. അവർക്ക് ക്വസ്റ്റ്യൻ ടാഗ് അഥവാ ടാഗ് ക്വസ്റ്റ്യൻ അഥവാ വാൾ ചോദ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അഥവാ അവർക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും പരീക്ഷയ്ക്ക് നമുക്കത് റിപ്ലൈ ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കൂ. പോയിന്റ്സ് ടു ബി നോട്ടഡ്. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മസ്റ്റ് യൂസ് പ്രൊനൗൺ ഫോർ നൗൺ. ഇപ്പോൾ നമ്മൾ പറയാണ് റഹീം ഈസ് എ പ്ലെയർ. റഹീം എന്ന പേര് പറഞ്ഞു. ഈസ് എ പ്ലെയർ, അവനൊരു കളിക്കാരനാണ്, അദ്ദേഹം ഒരു കളിക്കാരനാണ്. സച്ചിൻ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ. സച്ചിൻ വലിയൊരു ക്രിക്കറ്റ് കളിക്കാരനാണ്. സച്ചിൻ ഈസ് എ ഗ്രേറ്റ് ക്രിക്കറ്റ് പ്ലെയർ. എന്നിട്ട് അതിന്റെ കൂടെ അല്ലേ, അദ്ദേഹം മഹാനായ കളിക്കാരനല്ലേ, ഈസിന്റ് ഹി? അപ്പൊ സച്ചിൻ എന്ന് നമ്മൾ പറഞ്ഞു. സച്ചിൻ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടില്ല. എഴുതുമ്പോൾ പറയുമ്പോൾ പോസ് കൊടുക്കാം. സച്ചിൻ ഈസ് എ പ്ലെയർ, ഈസിന്റ് ഹി?
അപ്പോൾ അവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല ചേർക്കുന്നത്, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് പരീക്ഷയ്ക്ക് ടാഗ് വാചകം തരും, ടാഗ് നമ്മളെ ചേർക്കുക വേണ്ടത്. അപ്പോൾ വാചകത്തിനോട് കൂടി മാത്രമേ ടാഗ് ചേർക്കാവൂ. ടാഗ് ഒറ്റയ്ക്കും എവിടെ എഴുതി വെക്കരുത്. ഒരു പരീക്ഷയ്ക്കും ടാഗ് മാത്രമായിട്ട് എഴുതി വെക്കരുത്. കാരണം ടാഗ് റിയലൈസ് ചെയ്യുന്നത് വാചകത്തിൽ നിന്നാണ്. വാചകം അറിയാതെ, വാചകം കാണാതെ ടാഗ് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ടാഗ് ചെയ്യുമ്പോൾ വാചകത്തിനോട് കൂട്ടി എഴുതണം. നോക്കൂ, മസ്റ്റ് യൂസ് പ്രൊനൗൺ, കണ്ട, ഫോർ നൗൺസ്. മാഷിപ്പം പറഞ്ഞു സച്ചിൻ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ, ഈസിന്റ് ഹി? ഹി ഈസിന്റ് സച്ചിൻ എന്നല്ല പറയുന്നത്, പറയാൻ പാടില്ല. മദർ തെരേസ വാസ് എ ഗ്രേറ്റ് പേഴ്സൺ. മദർ തെരേസ വലിയ വ്യക്തിയായിരുന്നു. മദർ തെരേസ എന്നുള്ള പേര് ഉപയോഗിച്ചു, ഫ്രേസ് ഉപയോഗിച്ചു. എന്നിട്ട് എന്താ ടാഗ് ചേർക്കുക? മദർ തെരേസ വാസ് എ നോബൽ പ്രൈസ് വിന്നർ, വാസിന്റ് ഷീ? മദർ തെരേസ ഒരു നോബൽ പ്രൈസ് വിന്നർ ആയിരുന്നു. വാസിന്റ് മദർ തെരേസ എന്ന് പറയാൻ പാടില്ല, വാസിന്റ് ഷീ. അപ്പോഴ് പ്രൊനൗൺ വളരെ പ്രധാനമാണ്. So what are pronouns? നാമത്തിന് പകരം വെക്കുന്ന മറുനാമമാണ് പ്രൊനൗൺ. പഠിച്ചതാണ്. പാർട്സ് ഓഫ് സ്പീച്ച്, നൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, പ്രൊനൗൺ. നാമം, ക്രിയ, നാമവിശേഷണം, ക്രിയാവിശേഷണം, സർവനാമം. അപ്പൊ ഒന്നാമത്തെ നൗണിന് വേണ്ടി അഞ്ചാമത്തെ പ്രൊനൗൺ മാഷ് എടുത്തിട്ട ക്ലാസ് നന്നായിട്ടൊന്ന് നോക്കുക. അവിടെ നമുക്ക് പ്രൊനൗൺ കിട്ടും. ഇപ്പോഴൊന്നുകൂടി പറയുന്നു, എന്തൊക്കെയാണ് പ്രൊനൗൺ? ഞാൻ എനിക്ക് വേണ്ടി, എന്റെ പേരിന് വേണ്ടി ശശിമാഷ് എന്ന് ഞാൻ എന്നെ വിളിക്കാറില്ല. നിങ്ങളും വിളിക്കാറുണ്ട് ശശിമാഷ് എന്ന്. പക്ഷെ നിങ്ങൾ എന്നെ വിളിക്കാറുണ്ട് സർ, യു എന്ന്. നിങ്ങൾ എന്നെ പറ്റി പരാമർശിക്കാറുണ്ട് സർ എന്ന് പറയുന്നതിന് പകരം ഹി എന്ന്. ഹി ഈസ് ആൻ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് നിങ്ങൾ പറയാറുണ്ട്, ഹി. അപ്പൊ എന്റെ പേര് ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ ഉപയോഗിക്കുന്നു ഐ, നിങ്ങൾ എന്നെ വിളിക്കുന്നു യു, മറ്റുള്ളവരെന്നെ വിളിക്കുന്നു ഹി. ഇതാണ് സർവനാമം. അപ്പൊ എന്തൊക്കെ? ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ ഐയും വിയും പഠിച്ചതാണ്. സെക്കൻഡ് പേഴ്സൺ ആണെങ്കിൽ യു. തേർഡ് പേഴ്സൺ ആണെങ്കിൽ ഹി, ഷി, ഇറ്റ് ആൻഡ് ദേ. ഇത്രയുമേ സർവനാമങ്ങളുള്ളൂ. ഒന്നുകൂടി പറയുന്നു. ഫസ്റ്റ് പേഴ്സൺ ഐ, വി. സെക്കൻഡ് പേഴ്സൺ യു. തേർഡ് പേഴ്സൺ ഹി, ഷി, ഇറ്റ്, പ്ലൂറൽ ദേ. അപ്പൊ ഇത് ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദ സെന്റൻസ് ബിഗിൻസ് വിത്ത് നൗൺ but ends with a pronoun. Sachin is, for example, Sachin is a great player, isn't he? Pronoun. Is എന്ന ക്രിയയിലും he എന്ന പ്രൊനൗണിലും. ഇനി അതിലേക്ക് നോക്കാം. രണ്ട്, can only be used helping verbs. ഒരു വാചകത്തിൽ they are playing well എന്ന് പറയുന്നത് they are playing well. playing ആണ് അവിടെ verb. ആ സഹായക്രിയാണ്. പക്ഷെ അതിന്റെ ടാഗ് എന്തായിരിക്കും വരിക? ആറുണ്ട് ദേ. ക്രിയ വേണ്ട, സഹായക്രിയ വേണം. സഹായക്രിയ മാത്രം മതി. അഥവാ സഹായക്രിയയെ ഉപയോഗിക്കാവൂ. ക്യാൻ ഓൺലി ബി യൂസ്ഡ്. കണ്ടോ, സഹായക്രിയ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. ക്യാൻ ഓൺലി ബി യൂസ്ഡ് ഹെൽപ്പിംഗ് വേർബ്സ്. ഇംഗ്ലീഷിൽ ഹെൽപ്പിംഗ് വേർബ്സ് അറിയണം, വേർബ് അറിയണം. ക്രിയ നമ്മൾ പഠിച്ചതാണ്. ക്രിയയോട് കാല ഭംഗിക്ക് വേണ്ടിയിട്ട് ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം ഇത്യാദികൾ രൂപപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന സഹായക്രിയകൾ ഹെൽപ്പിംഗ് വേർബ്സ്, ഓക്സിലറീസ്, അവയാണ് വേണ്ടത്. എന്തൊക്കെയായിരുന്നു? ഡു ചെയ്യുന്നു, ഡസ് ചെയ്യുന്നു, ഡിഡ് ചെയ്തു. അപ്പൊ ടെൻസ് അടിസ്ഥാനത്തിൽ വരുമ്പോൾ അത് വേണം. ആം ആകുന്നു, ആർ ആകുന്നു, ഈസ് ആകുന്നു, വാസ് ആയിരുന്നു, വേർ ആയിരുന്നു. അപ്പൊ ടെൻസ് അടിസ്ഥാനത്തിൽ കണ്ടിന്യൂസ് കാണിക്കുമ്പോൾ they are playing well. ആറിന്റെ she is working hard, isn't she? അവിടെ വർക്കിങ്ങോ പ്ലേയിങ്ങോ അല്ല വേണ്ടത്, ഈസും ആറും ആണ് വേണ്ടത്. അപ്പോൾ സഹായക്രിയ പ്രധാന കാര്യമാണ് ഇതിൻ്റെ അകത്ത്. How has had, he had worked hard, hadn't he? കണ്ടോ, he had worked. worked നമുക്ക് വേണ്ട, അതിനകത്ത് ഇടിയും വേണ്ട. ഒന്നാമത്തെ സഹായക്രിയ വേണ്ടത്. he has gone abroad, has he? he has gone abroad. അവൻ വിദേശത്തേക്ക് പോയി, ഇല്ലേ? has he? അതായത് hasn't he? ഇതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ? can only be used helping verbs. do, does, did, am, are, is, was, were, how, has, had, shall, will, can, etc. etc. അപ്പൊ രണ്ട് ഘടകങ്ങൾ മാഷ് പറഞ്ഞു.
പ്രസ്താവനയിൽ നൗൺ ഉണ്ടാകും. ആ നൗൺ എടുത്ത് എഴുതിയേക്കരുത്. അതിന് പകരം പ്രൊനൗൺ കൊടുക്കണം, സർവനാമം കൊടുക്കണം. നാമത്തിന് പകരം സർവനാമം കൊടുക്കണം. പേരുകൾക്ക് പകരം ഹി ഷീ കൊടുക്കണം. ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ ദേ കൊടുക്കണം. ഫസ്റ്റ് പേഴ്സൺ പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പേര് വി പറയുന്ന പോലെ തന്നെ തേർഡ് പേഴ്സൺ പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ ദേ കൊടുക്കണം. ഓക്കെ. രണ്ടാമത്തത് സഹായക്രിയ കൊണ്ട് മാത്രമേ ഇത് രൂപപ്പെടുത്താൻ പറ്റുള്ളൂ. അതായത് തന്നിരിക്കുന്ന വാചകത്തിൽ പ്രധാനക്രിയ ഉണ്ടെങ്കിൽ പ്രധാനക്രിയയുടെ ഇടയിൽ നിന്ന് സഹായക്രിയ കണ്ടെടുക്കണം. ദേ പ്ലേ വെൽ. ദേ പ്ലേ വെൽ. പ്ലേ, പ്ലേന്റെ അകത്ത് നമ്മൾ പഠിച്ചതാണ്. ഹി പ്ലേസ് വെൽ. പ്ലേസിന്റെ അകത്ത് ഡസ്, അത് നമ്മൾ പഠിച്ചതാണ്. ഷി പ്ലേഡ് വെൽ. പ്ലേഡിന്റെ അകത്ത് ഡിഡ്. ഇങ്ങനെ കണ്ടെടുക്കാനും പഠിക്കണം. സഹായക്രിയ പുറത്ത് നിൽക്കുന്നില്ലെങ്കിൽ പുറത്ത് നിൽക്കുന്നു. കണ്ടോളൂ. ഷീ ഈസ് ഡാൻസിങ്. കണ്ട, ഈസ് ഡാൻസിങ്. ഈസ് ഇൻ ഷീ നമ്മൾ എഴുതാൻ പോകുന്നത് ഈസ് ഉപയോഗിച്ചിട്ട്. ഡാൻസിങ് അല്ല വേണ്ടത്. ഷീ വാസ് ഡാൻസിങ് വെൽ. Was into she. They were working hard. Were into they. അങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ. അതല്ല, ഇങ്ങനെ പുറത്ത് നിൽക്കാതെ നമുക്ക് ഉള്ളിൽ നിന്ന് എടുക്കേണ്ടി വരും. കണ്ടോളൂ. സച്ചിൻ പ്ലേസ്. കണ്ട, വെൽ. ഈസ് സോറി ഡാഷ് ഇഞ്ച് ഹി. കണ്ട, പ്ലേസിനകത്ത് നിന്നാണ് ഡ്രസ് എടുക്കുന്നത്. സച്ചിൻ പ്ലേസ് വെൽ. അതിന്റെ കോമേറ്റു പ്ലേസിനെ ഡ്രസ് എടുത്തു, എന്നിട്ട് നോട്ട് കൂട്ടി പറഞ്ഞു. അത് മാഷ് എന്നാണ് പറയാം. നോക്കൂ. സച്ചിൻ ഈസ് എ പ്ലെയർ. ഈസ് എ പ്ലെയർ. ഇപ്പോഴോ ഇത് പ്രധാനക്രിയ സഹായക്രിയ ഈസ് തന്നെയാണ്. വേറെ പ്രധാനക്രിയയില്ല, സഹായക്രിയയില്ല. അപ്പോഴോ ഈസ് ഇൻഡ് ഹി. കണ്ടോ, ഈസ് ഇൻഡ് ഹി. ഇങ്ങനെ ഏത് ക്രിയയാണോ പ്രധാനമായിട്ടുള്ളത് ആ പ്രധാനക്രിയക്ക് ഉള്ളിലാണെങ്കിൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കേണ്ട ഡെസ്റ്റിനേറ്റിന്. അല്ല, പുറത്താണ് കാണുന്നതെങ്കിൽ പുറത്തുനിന്ന് എടുക്കുക. നോക്കൂ. സച്ചിൻ has played well. ഇതിലോ പ്ലേഡിന്റെ ഉള്ളിലുള്ള ഇടിക്കല്ല പോകേണ്ടത്, ഒന്നാമത്തെ സഹായക്രിയ. കണ്ടോ, ഹാസ്. അപ്പൊ എന്താ എടുക്കുക? ഹാസ് ഇൻ. ഇങ്ങനെ കൊടുക്കണം. ഇതാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇത് പഠിച്ചു എന്നല്ല പറയുന്നത്, മാഷിത് സൂചിപ്പിച്ചതാണ്. കണ്ടോ. അതായത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗിൽ സഹായക്രിയ പ്രയോഗിക്കേണ്ടത്. അതായത് ഇപ്പൊ സ്റ്റേറ്റ്മെന്റിലെ പ്രധാനക്രിയയോട് അകത്ത് നിൽക്കുന്നതോ പുറത്ത് നിൽക്കുന്നതോ ആയ സഹായക്രിയയെ കണ്ടിട്ട് പുറത്ത് നിൽക്കുന്നതാണെങ്കിൽ അതാണ് ചേർക്കേണ്ടത്. ഇനി പുറത്ത് നിൽക്കുന്നില്ലെങ്കിൽ അതിനകത്ത് നിൽക്കുന്നതുണ്ടാകും, അതാണ് എടുക്കേണ്ടത്. ഡോ ഡസൻറ്റ്. അതേ അകത്ത് നിൽക്കുന്നുള്ളൂ, കൂടി നിൽക്കുന്നുള്ളൂ. ബാക്കി ഞാൻ പുറത്ത്, ഈസ് പുറത്ത്, ആറ് പുറത്ത്, വോസ് പുറത്ത്, വേറെ പുറത്ത്, ഹൗ ഹാസ് ഹാഡ് പുറത്ത്. അങ്ങനെ വരുമ്പോൾ ആ പ്രധാന ക്രിയയ്ക്കുള്ളിലെ വാക്കിന് നോക്കരുത്, പുറത്ത് നിൽക്കുന്ന സഹായക്രിയ മാത്രം എടുക്കുക. ഇതാണ് നിയമം വരുന്നത്. നോക്കൂ. Can only be used helping verbs. Do, just, did, am, are, is, was, were, have, had, shall, will, can, etc. ഇനി രണ്ട് തരത്തിലുള്ള ടാഗ് ഉണ്ട്. പോസിറ്റീവ് ടാഗ്, നെഗറ്റീവ് ടാഗ്. രണ്ട് തരത്തിലുള്ള ടാഗ് ഉണ്ട്. പോസിറ്റീവ് ടാഗും നെഗറ്റീവ് ടാഗും. എന്താണ് പോസിറ്റീവ്? പറഞ്ഞ വാചകം, കേട്ട വാചകം, എഴുതുന്ന വാചകം അനുകൂല രൂപത്തിലാണെങ്കിൽ നോക്കൂ. ഇന്ത്യ ഈസ് എ സെക്യുലർ കൺട്രി. അപ്പൊ എന്താണ് ഈ കേട്ട വാചകത്തിൽ എന്താണ് ഇരിക്കുന്നത്? ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. സെക്യുലർ, സെക്യുലറിസം, മതേതരത്വം. സെക്യുലർ കൺട്രി, മതേതര രാജ്യം. അപ്പോൾ നമ്മൾ വാചകം കേട്ടു.
ഇതിനകത്ത് നോട്ട് ഉപയോഗിച്ചിട്ടില്ല. വാചകത്തിൽ എവിടെയും നോട്ട് എന്ന പദം, നോ എന്ന പദം, നെവർ എന്ന പദം, നിഷേധ പദം ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ വാചകത്തിൽ നിഷേധ പദം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആ വാചകത്തെ പോസിറ്റീവ് സെന്റൻസ് എന്ന് പറയാം. സത്യത്തിൽ പുഷ്ടപ്പെട്ടിട്ട് അഫർമേറ്റീവ് സെന്റൻസ് ആണ്. അഫർമേറ്റീവ് തന്നെയാണ് പോസിറ്റീവ്. അനുകൂല വാചകമാണ്. ഇങ്ങനെ അനുകൂല വാചകമാണെങ്കിൽ ടാഗിൽ നോട്ട് ചേർക്കണം. അപ്പോൾ സഹായത്തിന് എടുക്കുന്നു ഈസ്, പിന്നെ ടാഗ് ഇടുന്നു, സോറി നെഗറ്റീവ് ഇടുന്നു, ഇൻഡ്. നോട്ടിനെ ഓ ടി, ഈ ഓ വായിച്ചു കഴിഞ്ഞിട്ടാണ് അപ്പോസ്ട്രോഫി ഇടുന്നത്. കണ്ട ഈസിന്റെ ഇറ്റ്, കണ്ട ഇന്ത്യക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? ഇന്ത്യക്ക് ഇറ്റ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഈസിന്റെ ഇന്ത്യ എന്നല്ല പറയുന്നത്, ഈസിന്റെ ഇറ്റ്. ഇനി ഇത് പോസിറ്റീവ് വാചകത്തിന് നെഗറ്റീവ് ടാഗ് ചേർത്താണെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് വാചകം നോക്കാം. Rohit doesn't learn well. അവൻ നന്നായി പഠിക്കുന്നില്ല. കണ്ട, രോഹിത് ഡസിന്റ്, പ്രസ്താവന തന്നെ നോട്ട് വന്നു. രോഹിത് ഡസിന്റ് ലേൺ വെൽ. അപ്പം ഉണ്ടോ? കണ്ട, ഡസ് ഹി, കണ്ട ഡസ് ഹി, ഈ ഡസ് എടുത്തിട്ടാണ് ഇവിടെ ഇട്ടത്. ഈ രോഹിത്തിൽ വരെ ഹി ഇട്ടു. ഇവിടെ നോട്ടുള്ളത് കൊണ്ട് ഇതിനകത്ത് നോട്ട് ചേർക്കാൻ പറ്റില്ല. അപ്പൊ എന്താ മക്കൾ മനസ്സിലാക്കുന്നത്? പോസിറ്റീവ് എന്ത്, നെഗറ്റീവ് എന്തെന്ന്. ഒരു വാചകം അനുകൂല അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ അത് നോ എന്ന, നെവർ എന്ന, നോട്ട് എന്ന അർത്ഥം വരുന്നതോ, അതുപോലെ തന്നെ വീണ്ടും പറയാനുണ്ട്, കുറച്ചുകൂടി അത് അടുത്ത ക്ലാസ് പറയും. സ്കേഴ്സ്ലി, റെയർലി എന്നൊക്കെ പറയുന്ന വാചകങ്ങളോ, ഹാർഡ്ലി എന്നൊക്കെ പറയുന്നതോ, അല്ലെങ്കിൽ ലിറ്റിൽ എന്ന് പറയുന്ന, ഫ്യൂ എന്ന് പറയുന്ന മാതിരിയുള്ള പ്രയോഗങ്ങൾ ഒന്നും പാടില്ല. ഇതൊക്കെ നിഷേധ പദങ്ങളാണ്. ഫ്യൂ, ലിറ്റിൽ, എണ്ണുന്നതായതുകൊണ്ട് ഫ്യൂ, അളക്കുന്നതായതുകൊണ്ട് അതിന് ലിറ്റിൽ. അപ്പൊ കൗണ്ടബിൾ ആണ് ഫ്യൂ, അൺകൗണ്ടബിൾ ആണ് ലിറ്റിൽ ആയിട്ട് പറയുന്നത്, എണ്ണാൻ പറ്റാത്ത. ഇനി കുറവെന്ന് പറയുന്നതാണ് മറ്റു ചില പദങ്ങൾ. സ്കേഴ്സ്ലി, ഹാർഡ്ലി, റെയർലി, ഇതൊക്കെ ഇല്ല എന്ന് പറയുന്നതാണ്, ഇല്ല എന്നർത്ഥം കിട്ടുന്നതാണ്. അത് ഒന്നുകൂടി വിശദമാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ് എടുക്കുള്ളൂ. അതുപോലെ തന്നെ എന്താണ് നെവർ? നോ പ്ലസ് എവർ ആണ് നെവർ. നെവറിന്റെ ഉള്ളിൽ തന്നെ നോ ഉണ്ട്. നത്തിങ്, നോ തിങ്, അതിനുള്ളിൽ തന്നെ നോ ഉണ്ട്. ഇങ്ങനെ നോ എന്നോ നോട്ടെന്നോ, നെവർ എന്നോ നത്തിങ് എന്നോ, അതുപോലെ തന്നെ സ്കേഴ്സ്ലി എന്നോ ഹാർഡ്ലി എന്നോ ഫ്യൂ എന്നോ ലിറ്റിൽ എന്നോ വാചകത്തിലുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ടതിനെ കണക്കാക്കാൻ പറ്റില്ല. അതിന് നെഗറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നു. ആ നെഗറ്റീവ് സെന്റൻസിൽ നമുക്ക് പോസിറ്റീവ് ടാഗേ പാടുള്ളൂ. പിന്നീട് അതിന് നോ ചേർക്കാനും പറ്റില്ല. കണ്ട, രോഹിത് ഡസിന്റ് ലേൺ വെൽ, ഇവിടെ എന്ത് വന്നു? അതുകൊണ്ട് ഡസ് ഹി. അപ്പൊ രണ്ട് തരത്തിലുള്ള വാചക ഭാഗങ്ങൾ മനസ്സിലായല്ലോ. എന്താണ്? ഒരു വാചകത്തിൽ നോ എന്നോ, നോട്ടെന്നോ, നത്തിങ് എന്നോ, അതുപോലെ തന്നെ നെവർ എന്നോ, ഫ്യൂ എന്നോ, ലിറ്റിൽ എന്നോ ഇല്ലെങ്കിൽ അത് പോസിറ്റീവാണ്. ഇതിലേതെങ്കിലും വന്നാൽ അത് നെഗറ്റീവാണ്. പോസിറ്റീവ് വാചകങ്ങൾക്ക് എന്ത് ടാഗ് കൊടുക്കണം? നെഗറ്റീവ് ടാഗ് കൊടുക്കണം. എങ്കിൽ നെഗറ്റീവ് വാചകങ്ങൾക്ക് എന്ത് ടാഗ് കൊടുക്കണം? പോസിറ്റീവ് ടാഗ് കൊടുക്കണം. ഇതാണ് നമ്മുടെ നിയമം. ഒന്നുകൂടി നോക്കാം. ക്വസ്റ്റ്യൻ ടാഗാണ് പറയുന്നത്. മറ്റൊരു പേരാണ് ടാഗ് ക്വസ്റ്റ്യൻ. മലയാള പദപ്രയോഗമാണ് വാൽചോദ്യം. വാൽചോദ്യം എന്ന് പറയുമ്പോൾ തന്നെ, വാൽ എന്ന് പറയുമ്പോൾ തന്നെ ഉടല് വേറെ കിടക്കും. അപ്പൊ ഇതാണ് ഉടല്. കണ്ടോ? രോഹിത് ഡസിന്റ് ലേൺ വെൽ, ഇതാണ് ഉടല്. ഡസ് ഹി, ഇതാണ് വാൽ. അപ്പൊ ഇതെന്താണ്? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ്, നാലാമത് ഭാഷ വിനിയോഗിച്ച്, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ക്വസ്റ്റ്യൻ. കണ്ടോ? ഇതൊരു പ്രസ്താവനയുടെയും ഒരു ചോദ്യത്തിന്റെയും മിശ്രിതമാണ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ. ഇതൊരു കൂട്ടായ്മയാണ്. എന്തിന്റെ കൂട്ടമാണ്? എന്തിന്റെ കൂട്ടായ്മയാണ്? എന്തിന്റെ കൂട്ടമാണ്? എന്തിന്റെ കൂട്ടായ്മയാണ്? ഇത് തീർച്ചയായിട്ടും കണ്ട ഒരു പ്രസ്താവന. രോഹിത് ഡസിന്റ് ലേൺ വെൽ പ്ലസ് ഒരു ടാഗ് ഡസ് ഹി. പ്രസ്താവനയുടെയും ചോദ്യത്തിന്റെയും. ഇനി രോഹിത് ലേൺസ് നമ്മൾ മാറ്റുന്നു വെരി വെൽ. കണ്ട, ഇപ്പം പോസിറ്റീവ് ആണല്ലോ. രോഹിത് ലേൺസ് വെരി വെൽ. ഇനി ഡസിന് ചേർക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം രോഹിത് ലേൺസ് വെരി വെൽ എന്നതിൽ നോ എന്ന അടയാളങ്ങൾ ഒന്നുമില്ല. അതുകൊണ്ട് ഇതിന്റെ അത് നോ കണ്ടത്. ഡസിന്റ് ഹി, കണ്ട
ഡസിന്റ് ഹി. അപ്പോഴ് പ്രസ്താവന അനുകൂലമാണെങ്കിൽ ടാഗ് നെഗറ്റീവ്, പ്രസ്താവന പ്രതികൂലമാണെങ്കിൽ ടാഗ് പോസിറ്റീവ്. ഇതാണ് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോഴെന്തൊക്കെയാണ് നമ്മൾ അടുത്ത ദിവസം ഇത് വർക്ക് ചെയ്യുമ്പോൾ നോക്കേണ്ടത്? ഒരു ദിവസം കൂടെ വർക്ക് ചെയ്യും, എന്തൊക്കെ നമ്മൾ നോക്കേണ്ടത്? എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അച്ഛനോട്, അമ്മയോട്, ചേച്ചിയോട്, ചേട്ടനോട്, ഫ്രണ്ടിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? ഇത് പ്രസ്താവനയുടെയും ചോദ്യത്തിന്റെയും ഒരു സമ്മിശ്രരൂപമാണ്. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ആൻഡ് എ ക്വസ്റ്റ്യൻ. ഇനിയോ പ്രസ്താവന പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് പോസിറ്റീവ് then the tag is negative. ഇനി പ്രസ്താവന നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ്. ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് നെഗറ്റീവ് then the tag must be നെഗറ്റീവ്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പ്രസ്താവന പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ നെഗറ്റീവ്, തന്നിരിക്കുന്ന പ്രസ്താവന നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ പോസിറ്റീവ്. ഇനി എന്തൊക്കെയാണ് അതിൽ ഉപയോഗിക്കുന്നത്? അതിൽ ഉപയോഗിക്കുന്നത് പ്രൊനൗൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഫോർ നൗൺ, നാമം ഉപയോഗിക്കാൻ പാടില്ല. ടാഗിന്റെ അകത്ത് വാചകത്തിൽ നൗൺ ഉണ്ടാവും, ആ വാചകത്തിലെ നൗണിന് പകരം പ്രൊനൗൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ എന്തൊക്കെയാ പ്രൊനൗൺ? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ഇതിലേതെങ്കിലും ആയിരിക്കും വരിക. പിന്നെന്താണ്? പ്രധാന ക്രിയ ഉപയോഗിക്കാൻ പാടില്ല. പ്രധാന ക്രിയയ്ക്കുള്ളിൽ അടങ്ങിയിട്ടുള്ളതോ പ്രധാന ക്രിയയോട് കൂടിച്ചേർന്ന് നിൽക്കുന്നതുമായ സഹായക്രിയ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡു, ഡസ്, ഡിഡ്, am, are, is, was, were, have, has, had, shall, will, can, may, etc. ഇത് ഉപയോഗിച്ച് എഴുതാൻ പാടുള്ളൂ. പിന്നെന്താണ്? നെഗറ്റീവ് ടാഗ് ആണെങ്കിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. പോസിറ്റീവ് ടാഗ് ആണെങ്കിൽ എന്താണ്? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്ത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന് നെഗറ്റീവ് ടാഗ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിന് പോസിറ്റീവ് ടാഗ്. ഇനി നോക്കൂ, ഇത് പ്രസ്താവനയുടെയും ചോദ്യത്തിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ദെൻ നന്നായിട്ട് വായിച്ചു പഠിക്കുക, കേട്ടു പഠിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് അടുത്ത ദിവസം ഒരു 10-20 ചോദ്യം ചെയ്തുകൊണ്ട്, ചോദ്യം പഠിച്ചുകൊണ്ട് നമുക്കിതിലേക്ക് അത് ഉറപ്പിക്കാം. ലെറ്റ് us continue the second part tomorrow.